സൊമാറ്റോ അവരുടെ Q3 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ 16,315 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 13,590 കോടിയാണ്. അപ്പം നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 20% റവന്യൂ ഈ ക്വാർട്ടറിൽ കമ്പനിക്ക് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ഡിസംബറിൽ എൻഡായ ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 5,405 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 201% റവന്യൂ കമ്പനിക്ക് ഈ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 16,663 കോടിയാണ്. അതിന് തൊട്ട് മുമ്പ് ക്വാർട്ടറിലോ 13,942 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 20% ടോട്ടൽ ഇൻകം കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഡിസംബറിലെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 5,857 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 194% ടോട്ടൽ ഇൻകം കമ്പനിക്ക് കൂടിയതായിട്ട് കാണാൻ സാധിക്കും ഈ ക്വാർട്ടറിൽ. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 16,493 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 13,813 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 19% എക്സ്പെൻസ് ഈ ഡിസംബർ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബറിൽ എൻഡായ ക്വാർട്ടറിലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5,533 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 198% ടോട്ടൽ എക്സ്പെൻസ് ഈ ഡിസംബർ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ ഈ ഡിസംബർ ക്വാർട്ടറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 170 കോടിയാണ്. അടുത്ത തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 129 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 32% പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഈ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഡിസംബറിൽ എൻഡായ ക്വാർട്ടറിലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 124 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 37% പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഈ ഡിസംബർ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 102 കോടിയാണ്. തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 65 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 57% നെറ്റ് പ്രോഫിറ്റ് ഈ ഡിസംബർ ക്വാർട്ടറിൽ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഡിസംബറിൽ എൻഡായ ക്വാർട്ടറിലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 59 കോടിയായിരുന്നു. നമ്മൾ ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ ഒരു 73% പ്രോഫിറ്റ് കമ്പനിക്ക് ഈ വർഷം കൂടിയതായിട്ട് നമുക്ക് ഈ ക്വാർട്ടറിൽ ഡിസംബർ ക്വാർട്ടറിൽ കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ EPS നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ ഏണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ ഈ ഡിസംബർ ക്വാർട്ടറിലെ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 0.11 പൈസയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 0.07 പൈസയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഒരു 57% EPS കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഡിസംബറിൽ എൻഡായ ക്വാർട്ടറിലെ കമ്പനിയുടെ EPS എത്രയായിരുന്നു? 0.07 പൈസയായിരുന്നു. അതുപോലെ നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിലും ഒരു 57% EPS കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇയർ ടു ഇയറും ക്വാർട്ടർ ടു ക്വാർട്ടറും റവന്യൂ ഫ്രം റവന്യൂവിലാണെങ്കിലും കമ്പനിയുടെ PBT അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് EPSലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും.